ഈ വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് തന്നെ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നൊരു പരിപാടി നമ്മൾ നടത്തുന്നുണ്ടെന്ന് പോലും നമ്മൾ ഓർമ്മയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഇത് മാത്രം ചെയ്താൽ മതി. സാറിൻ്റെ അവിടെ പറഞ്ഞു തരാനുള്ള അറിവ് എനിക്കില്ല. അതിന് സാറിൻ്റെ സംശയങ്ങളെല്ലാം സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞു തരാനുള്ള അറിവില്ല. ഞാനൊരു മാർക്കറ്റിംഗ് പേഴ്സൺ മാത്രമാണ്. ഇതിന് ഇനിഷ്യലി നമ്മൾ കുറച്ചൊരു എഫേർട്ട് എടുക്കണം. ആ ഇനിഷ്യലി കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് വരെ എത്തിക്കാൻ കുറച്ച് ടഫാണ്. അത് നമ്മൾ നേരിടണം. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൺ വിളിക്കും, മെസ്സേജ് അയക്കും, കൂട്ടുകാരെ വഴിയിലെ വിവരങ്ങൾ പറയും. ഈ വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് തന്നെ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നൊരു പരിപാടി നമ്മൾ നടത്തുന്നുണ്ടെന്ന് പോലും നമ്മൾ ഓർമ്മയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഇതാണ് നമ്മുടെ കോമ്പിറ്റൻസി ലെവലിൻ്റെ ഏറ്റവും പീക്ക്, ഏറ്റവും നമ്മൾ ആ ലെവലിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അൺകോൺഷ്യസ് ലെവലിലേക്കാവും നമ്മുടെ കോമ്പിറ്റൻസി. ആ ലെവലിൽ എത്ര ചെയ്ത് മാത്രമേ മാസ്റ്റർ ആവുള്ളൂ. നമ്മൾ എത്ര പേരെ എത്ര മിനിമം ടൈം കൊണ്ട് പ്രോസസ്സ് ചെയ്യുന്നു, അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട. സെയിൽസ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പ്രോസസ്സ് ചെയ്യുക മാത്രമാണ്, നമ്പർ മാത്രമാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു കാരണവശാലും നമ്മുടെ അളിയൻ എന്ത് പറഞ്ഞു, അപ്പുറത്തെ വീട്ടിലൊരു ശശി എന്നെല്ലാം പറഞ്ഞു, ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. നിങ്ങൾ കളക്ടർ ആയിക്കോട്ടെ, ഓട്ടോറിക്ഷ ഡ്രൈവറോട്ട് ആരും ആയിക്കോട്ടെ, എത്ര പേരെ എത്ര മിനിമം ടൈം കൊണ്ട് പ്രോസസ്സ് ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്ത് ഗെയിം. ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. എന്താണെന്നറിയോ, ഒരു ഇത്രയും പേരെ ഒന്നിച്ച് കാണുകയും അതിൻ്റെ ഒരു സീനിയർ ആയിട്ട് ഒരാൾ ഇതിൻ്റെ കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ടൊക്കെ പറയുമ്പം നമ്മൾ ഇത്രയും പേരൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെ ഇത്രയും വലിയൊരു സംഭവത്തിലാണ് ഞാൻ വന്നെന്നൊരു ബിലീഫ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്നല്ലാതെ ബിസിനസ് നടക്കുന്നത് നമ്മൾ ഡയറക്റ്റായിട്ട് വൺ ടു വൺ പോയി നമ്മൾ തന്നെ പ്രസൻറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ ബിസിനസ് നടക്കുകയുള്ളൂ. ആ ക്ലോസ് ചെയ്തവരെ ഇവിടെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ക്ലോസിങ് സ്റ്റേജിലേക്ക് എത്തിയ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നാൽ അത് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഗുണം ചെയ്യുമെന്നല്ലാതെ ഇതിനെ മാത്രം ബേസ് ചെയ്ത് ഒരു കാരണവശാലും നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ എത്രയും പെട്ടെന്ന്, ഞാൻ ആ പറഞ്ഞ 4 ലെവലും എത്രയും പെട്ടെന്ന് കടന്നു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ ആദ്യം പേനയും പെൻസിലും എടുക്കുക, അത് എടുത്ത് പറഞ്ഞു കൊടുത്തു തുടങ്ങുക. ആൾക്കാരോട് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു തുടങ്ങുക. തെറ്റുകൾ വന്നോട്ടെ, ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് തെറ്റുകൾ വന്നോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവന് ഏതായാലും നമ്മുടെ അത്ര അറിയാൻ മേലല്ലോ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച്. ഇനി കൂടുതൽ അറിയാവോ? സയൻറ്റിഫിക്കായിട്ട് ചോദിക്കുന്ന പാർട്ടികൾ വളരെ അപൂർവമായിട്ട് ലക്ഷത്തിലൊന്ന് വന്നേക്കാം. അവരെ പേടിച്ചാണ് പലരും പ്രസൻറ്റ് ചെയ്യാതിരിക്കുന്നത്. സയൻറ്റിഫിക്കായിട്ട് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ സാധാരണ ചെയ്യാറുള്ളൊരു പരിപാടി, നിങ്ങൾക്കുള്ള സംശയം മുഴുവൻ ഒരു മെയിലാക്കി തരാമെന്ന് ചോദിക്കും. കമ്പനിയുടെ സയൻറ്റിസ്റ്റുകൾക്ക് അയച്ചു കൊടുത്തേക്കാം, സാറിനെ പോലുള്ളവരോട് പറഞ്ഞു കൊടുക്കാം, കമ്പനിയിൽ സയൻറ്റിസ്റ്റ് ഉണ്ട്, അവരുടെ ഉത്തരം മേടിച്ച് തന്നേക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഒരൊറ്റ മനുഷ്യൻ മെയിൽ അയച്ചിട്ടില്ല. ഇത് മാത്രം ചെയ്താൽ മതി. സാറിൻ്റെ അവിടെ പറഞ്ഞു തരാനുള്ള അറിവ് എനിക്കില്ല. അതിന് സാറിൻ്റെ സംശയങ്ങളെല്ലാം സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞു തരാനുള്ള അറിവില്ല. ഞാനൊരു മാർക്കറ്റിംഗ് പേഴ്സൺ മാത്രമാണ്. ആ സൈഡ് മാത്രമേ എനിക്കറിയുള്ളൂ. ഇനി അതിനെക്കുറിച്ച് സാറിനെ പോലെ നമ്മളങ്ങ് അപ്രീഷിയേറ്റ് ചെയ്തേക്കണം. സാറിനെ പോലെ അറിവുള്ള ആളൊന്നുമല്ല ഞാൻ ഈ വിഷയത്തിൽ. സാറിൻ്റെ ക്വസ്റ്റ്യൻസ് മുഴുവൻ ഒരു മെയിലായിട്ട് എനിക്കൊന്ന് അയച്ചു തന്നാൽ കമ്പനിയിൽ സയൻറ്റിസ്റ്റ് ഉണ്ട്, അവർക്ക് അയച്ചു കൊടുത്തിട്ട് ഇതിന് മുഴുവൻ ഞാൻ ആൻസർ സാറിന് തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പോന്നാൽ മതി. ഇതുവരെ ഒരാൾ പോലും മെയിൽ അയച്ചിട്ടില്ല, മെയിൽ അയക്കുകയില്ല. അവിടെ കൊണ്ട് തീർന്നോളൂ. ആ ഒരാളെ പേടിച്ച് 1000-1 ലക്ഷത്തിലൊന്നോ ഒക്കെ അങ്ങനെയുള്ളവർ വരുള്ളൂ. അവരെ പേടിച്ചിട്ടാണ് പലരും പ്രസൻറ്റേഷൻ തുടങ്ങാതിരിക്കുന്നതെന്ന് എനിക്കറിയാം. അവരെങ്ങാനും മുമ്പിൽ വന്ന് പെട്ടാൽ എന്തു പറയും? അവരാരും കൊല്ലുമൊന്നുമില്ലല്ലോ, പോരുക, അത്രേ ഉള്ളൂ. മാക്സിമം ഇതിനകത്ത് വന്നാൽ നമ്മൾ വേറൊരു ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്ക്. പിന്നെ വേറെ ബിസിനസ്സൊക്കെ ഞാനൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ സുഖം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ പൈസ മുടക്കി സാധനം മേടിച്ച് വേറെ ആൾക്കാരെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് അതിൻ്റെ പിരിവ് കളക്ഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ നടക്കുന്ന സമയത്ത് നിങ്ങളിതിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ കാണാൻ പോയി 50 കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോയി ഇത് പ്രസൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. മാക്സിമം വന്നാൽ എന്ത് ചെയ്യും? എന്താ സംഭവിക്കാനുള്ളത്? വേണ്ടെന്ന് പറയും, ഇത്രയല്ലേ ഉള്ളൂ. ശരി ചേട്ടാ, കൂടി വന്നാൽ നമ്മൾ പെട്രോൾ അടിച്ചതിൻ്റെ പൈസ, അല്ല ബസ്സല്ല പോകുന്നത്, വണ്ടിക്കാശ് പോയി, ഇത്രയല്ലേ പോകാനുള്ളൂ. വേറെ എന്താ സംഭവിക്കാനുള്ളത്? നോർമലൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എന്തുമാത്രം സ്ട്രെയിൻ എടുത്തിട്ടും പെയിൻ എടുത്തിട്ടും നോർമലൊരു ബിസിനസ് മറ്റും റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇതിന് ഇനിഷ്യലി നമ്മൾ കുറച്ചൊരു എഫേർട്ട് എടുക്കണം. ആ ഇനിഷ്യലി കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജ് വരെ എത്തിക്കാൻ കുറച്ച് ടഫാണ്. അത് നമ്മൾ നേരിടണം. അത് കഴിഞ്ഞാൽ പക്ഷേ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ചെറുതല്ല. അത് നമ്മൾ മനസ്സിലാക്കിയ, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്ത് ബുദ്ധിമുട്ടോ ടഫ് സിറ്റുവേഷൻസ് എപ്പോഴും വരും. ആ ടഫ് സിറ്റുവേഷൻ എല്ലാം വരുമ്പം ഇതിലേക്ക് തിരിച്ചു പോവുക. ഇത് വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാവണം, ഇതെല്ലാം എടുത്ത് നോക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു പിക്ചറൈസ് ചെയ്ത് ഈ സാധനത്തിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഈ സാധനത്തിലേക്ക് നോക്കണം. അന്നേരം ബാക്കിയെല്ലാം മടക്കി വെച്ചിട്ട് വീണ്ടും നമ്മൾ പണിക്ക് പോകും. ഇതില്ലാത്തത് കൊണ്ടാണ് പലർക്കും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സാധനം നമുക്ക് കാണാൻ പറ്റുന്നില്ല, നമുക്കിതെല്ലാം ബുദ്ധിമുട്ട് വരും. മുമ്പോട്ട് പോകാമെന്നല്ലാതെ വേറെ ഓപ്ഷനില്ല.